ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പം ഗോഹട്ടിന്ന് പിന്നെ മേഘാലയയിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ചുരം കയറി പോകണം. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ആസാമിന്റെ തലസ്ഥാനമാണല്ലോ ഗോഹട്ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ഞാൻ ഉള്ളത്. ഇവിടുന്ന് നമ്മൾ മേഘാലയയിലെ ഷില്ലോങ്ങിലേക്ക് പോവാണ്. ഇത് നമ്മളൊരു ട്രാവലറാണ്. 2 ട്രാവലറിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ വാഹനം. ഇതിൽ കയറിയിട്ടാണ് ഞാൻ മേഘാലയയിലേക്ക് പോകുന്നത്. AS രജിസ്ട്രേഷൻ ആസാമാണ്. ഇവിടെ മേഘാലയയിൽ പൊതുവെ വണ്ടികൾ കുറവാണ്. ആസാം വണ്ടികളാണ് കൂടുതലുള്ളത്. ഇതാണ് നമ്മളുടെ വണ്ടി. അപ്പൊ ഞങ്ങള് പിന്നെ ഗോഹട്ടിയിൽ നിന്ന് മേഘാലയന്റെ തലസ്ഥാനമായ ഷില്ലോങ്ങിലേക്ക് പോവുകയാണ്. ഇപ്പൊ സമയം ഉച്ചക്ക് 3 മണിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 105 കിലോമീറ്റർ ഉണ്ടാവും ഷില്ലോങ്ങിലേക്ക്, മേഘാലയന്റെ തലസ്ഥാനത്തേക്ക്. NH 6 ആണ്. ഏകദേശം ഒരു 3.5 മണിക്കൂർ യാത്ര എടുക്കുന്നതാണ് നമ്മളെ ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങോട്ടേക്ക് പഠിക്കാനൊന്നും പോസിബിൾ അല്ല, കേട്ട് പഠിക്കുന്നല്ലാതെ ഇതാക്കാനൊന്നും പോസിബിൾ അല്ലാത്ത ലാംഗ്വേജ് ആണ് കാസി ലാംഗ്വേജ്. ഇവിടുത്തെ കൺട്രോൾ മൊത്തം വരുന്നത് ഇവിടെ വില്ലേജസിനെ അയക്കില്ല. ഗവൺമെന്റിനോ പോലീസിനോ മേഘാലയയിൽ ഒരു റോളും ഇല്ല. മേഘാലയ ഔട്ട്സ്കേർട്ടിൽ പോയാലും ഒരു റോളും ഇല്ല. അവിടെ വില്ലേജസ് തീരുമാനിക്കും എന്ത് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ അവിടെ ചെന്നുകാണ്ട് നമ്മളവിടെ ഒരു ഭയങ്കര വെൽക്കമിങ് ആണ് നമ്മളെ ടൂറിസ്റ്റിനെ. ഓരോ മെയിൻ വരുമാനം തന്നെ. അപ്പൊ നമുക്ക് റൂട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാ. ഇതൊരു മലമ്പ്രദേശമാണ് ഈ മേഘാലയ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പോകുന്ന വഴിയിലൊരു ഉമയും ലേക്ക് ഉണ്ട്. അത് ഇരുട്ടാവുന്നതിന്റെ മുമ്പ് അവിടെ എത്തിയുള്ള കണ്ടാലുള്ള ഭംഗി കിട്ടുക ഷില്ലോങ് എത്തുന്നതിന്റെ മുമ്പാണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ പരിസരമൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. നമ്മുടെ കേരളത്തിന്റെ ഏകദേശം ഒരു ലുക്ക് തന്നെയാണ്. ഒരു മലമ്പ്രദേശമാണ് ഷില്ലോങ്. പിന്നെ ഇദ്ദേഹം നമ്മളെ ഡ്രൈവർ. ഷില്ലോങ് പിന്നെ നേരെ ഞങ്ങള് പോണ്ടത് ചിറാപുഞ്ചിയിലേക്കാണ്. അപ്പൊ രാത്രി ഷില്ലോങ്ങിലെത്തി പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോവാം. അപ്പൊ നമുക്ക് വണ്ടിയിലെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ പോവാം. നമുക്ക് നമ്മുടെ വണ്ടീന്റെ ഡ്രൈവറുടെ പേര് ജാക്കിർ ഹുസൈൻ. അദ്ദേഹം ആസാമിയാണ്. പുള്ളിക്കാരൻ പറഞ്ഞ നമ്മള് ചെക്ക് പോയിന്റ് എത്താനായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു മേഘാലയന്റെ പിന്നെ ആസാമിന്റെയും അതിർത്തി ഉണ്ട്. അപ്പൊ ഇതാണ് ആ ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു പോലീസുകാർ നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ചോദിക്കുക മാത്രമേ ഉള്ളൂ. കണ്ട പോലീസാന്ന് തോന്നുന്നില്ല, ചെറിയൊരു പയ്യനെ പോലുള്ള ഒരാളാണ്. ഇദ്ദേഹമാണ് പോലീസ്. ഇതാണ് ആസാമിന്റെ ബോർഡർ. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് മേഘാലയാണ്. ഇതുവരെയാണ് ആസാം. ഇവിടെ ജസ്റ്റ് ആ ചോദ്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
ഇനിയിപ്പോ നമ്മള് മേഘാലയയിലേക്ക് കടന്നിട്ടുണ്ട്. മേഘാലയയിലേക്ക് വരണമെങ്കിൽ ട്രെയിൻ സർവീസ് നമ്മളെ ഗോഹട്ടി വരെ ഉള്ളൂ. ഗോഹട്ടിന്ന് പിന്നെ നമ്മൾ ട്രെയിനിന് നിന്ന് അവിടെ നിന്നിട്ട് ഇതിൽ വരണം. അതല്ലെങ്കിൽ പിന്നെ ഫ്ലൈറ്റിന് വന്നിട്ട് ഗോഹട്ടി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ബൈ റോഡിന് വരണം. കാരണം ഈ ഒരു ഭൂമി ശാസ്ത്രപരമായിട്ട് അങ്ങനെയാണ് ഇവിടെ ട്രെയിൻ സർവീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഗോഹട്ടിയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും ഉള്ളത്. അതുപോലെ ഒരു എയർപോർട്ട് ഷില്ലോങ്ങിലുണ്ട്. പക്ഷെ ഷില്ലോങ്ങിലേക്ക് സർവീസ് വളരെ കുറവാണ്. കൂടുതലും സർവീസും ഉള്ളത് ഗോഹട്ടി എയർപോർട്ടിലേക്കാണ് ഉള്ളത്. ഈ മുന്നിലെ കാറിന് രജിസ്ട്രേഷൻ ഉണ്ടല്ലേ, ML എന്ന് പറഞ്ഞാൽ മേഘാലയ, പിന്നെ നാഗാലാൻഡ് ഉണ്ട് NL എന്നിട്ടുള്ളത്. അത് രണ്ടും ഇവിടെ കൂടുതലുണ്ട്. പിന്നെ കൂടുതലും ആസാം വണ്ടിയാണ്, AS ആണ് കൂടുതലുള്ളത്. മേഘാലയ വണ്ടികളുണ്ട്. ML ആണ് മേഘാലയ രജിസ്ട്രേഷൻ. വെൽക്കം ടു മേഘാലയ ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ മുളകളുള്ള നാടാണല്ലേ, കണ്ടമാനം മുളകൾ ഇവിടെ ഉണ്ട്. ഇഷ്ടം പോലെ മുളയുള്ള നാടാണ്. അപ്പൊ നമ്മളെന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടിട്ട് സർദാർജിന്റെ ധാബയില് ഇവിടെ നിർത്തിയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ലഞ്ച് ഐറ്റം. ട്രെയിനിൽ അങ്ങോട്ട് ഭക്ഷണം ശരിയായിട്ടില്ല. अंदर नहीं है. तंदूर में जो वीडियो बना तंदूर रोटी वायरल करना सर इसको। एक पीस कितना? 20 रुपया। 20 रुपया. മേഘാലയയിലെ നമ്മളെ സ്ത്രീകളാണ് ഇവിടെ കച്ചവടക്കാർ. കണ്ടല്ലേ, ഇവിടെ മേഘാലയ ഇത് എവിടെ ഇത് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെ മേഘാലയ കച്ചവടക്കാരാണ്. Vegetables? नॉन वेजिटेबल। നായക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് ആ നായ്ക്ക് തിന്നാൻ കൊടുത്ത പാത്രത്തിലാ നമ്മള് തിന്നുന്ന ഇവിടെ. നായക്ക് കൊടുത്ത പ്ലേറ്റ് അവിടെ ഉണ്ട്. എല്ലാരും അതിൽ തന്നെയാണ് കഴിക്കുക പോകുന്നുണ്ട്. ഇതിപ്പോ ഹൈവേന്റെ പരിസരത്താണ് ഇത് നിൽക്കുന്നത്. NH6 ആണ് ഇതുള്ളത്. ഷില്ലോങ്ങിലേക്ക് ഗോഹട്ടിന്ന് ഏകദേശം 105 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. ഏകദേശം ഒരു 3.5 മണിക്കൂർ കൊണ്ട് ഷില്ലോങ്ങിലെത്തും.
ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ കൂടി തന്നെ പോകുന്ന പോലെ തന്നെയാണ് ഉള്ളത്. പിന്നെ നല്ല കവുങ്ങുംതോട്ടവും ചക്കിയും ഒക്കെ ഉള്ള വെറും പച്ചപ്പ് പിടിച്ചുള്ള ഒരു ഭാഗം കണ്ടല്ലേ, അങ്ങനത്തെ ഒരു ഏരിയയാണ്. കണ്ടാ കേരളത്തിൽ കൂടി തന്നെയാണ് യാത്ര ചെയ്യുന്നത് തോന്നിപ്പോവും. മേഘാലയയിലെ ഒരു പ്രസിദ്ധമായ ലേക്കാണ് ഉമയും ലേക്ക്. അപ്പൊ അവിടേക്ക് എത്താനായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാഴ്ചകൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.